ഷീജ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിൽ KPCCയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത ആഭ്യന്തര പ്രശ്നമാണ്. നമുക്കറിയാം എത്രയോ കാലങ്ങളായി ഉള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒന്ന് ചവിട്ടിപ്പിടിച്ച വിഷയങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം പറയാനുണ്ട് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ മൗനം തുടർന്ന നേതാക്കളൊക്കെയും ഇപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ പുനഃസംഘടനയിൽ ഒരു നേതൃമാറ്റം തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ VD സതീശൻ അടക്കമുള്ളവർ. അവിടെ കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപനങ്ങൾ, ഒപ്പം താൻ നേരിട്ട പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വിളിച്ചു പറഞ്ഞ ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവരുടെ പിന്തുണ ഈ ഒരു ഘട്ടത്തിൽ സുധാകരനുള്ളത് ഈ VD സതീശൻ പക്ഷത്തിനും VD സതീശന് വ്യക്തിപരമായും വലിയ തോതിൽ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് KPCCയിൽ നീങ്ങുന്ന കരുക്കൾ? കാവ്യ, ഏതായാലും ഇപ്പോൾ വീണ്ടും KPCCയുടെ പുനഃസംഘടന അനിശ്ചിതത്വത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ സാധിക്കുക. കാരണം വലിയ തോതിലുള്ള തർക്കം തന്നെയാണ് കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരനെ മാറ്റാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നൊരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ സുധാകരന് പിന്തുണയുമായി നേതാക്കൾ, ഒരു വിഭാഗം നേതാക്കൾ എത്തുന്നത്. പ്രത്യേകിച്ചും ഗ്രൂപ്പുകൾ സുധാകരന് പിന്തുണയുമായി എത്തുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു പരസ്യ അഭിപ്രായ പ്രകടനം, അല്ലെങ്കിൽ ഒരു കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന വിഷയങ്ങളിലുള്ള ഒരു അതൃപ്തി, അതായിരുന്നു ചാണ്ടി ഉമ്മൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ചാണ്ടി ഉമ്മൻ തന്നെ പറയുന്നുണ്ട്, ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ കരുണാകരനൊപ്പം നിന്നവർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നവർ, അത്തരത്തിൽ ഉണ്ടായിരുന്നവരെയൊക്കെ തഴയുന്ന ഒരു സമീപനം നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ചോദിച്ചു, അത് സുധാകരനെ അല്ലെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരനെ മാറ്റണമെന്നാണോ അപ്പോൾ അഭിപ്രായം എന്ന് പറയുമ്പോൾ അതിൽ സുധാകരനെ മാറ്റണം എന്നൊരു നിലപാടല്ല. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അത് ഉണ്ടാകാൻ പാടില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. അതിൽ പരോക്ഷമായി തന്നെ പ്രതിപക്ഷ നേതാവിനെ തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെച്ചത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഈ വിഷയത്തിൽ തന്നെ നമ്മൾ പ്രതിപക്ഷ നേതാവിനോടും കാര്യങ്ങൾ പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും തീർത്തും ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമായിരുന്നു. ഇതിൽ ഒരു തരത്തിലുള്ള പ്രതികരണം നടത്താനും പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അത് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. അതിനൊപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൃത്യമായ രീതിയിൽ എല്ലാവരെയും പരിഗണിച്ചില്ല. പകരം അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ഗുഡ് ലിസ്റ്റിൽ പെടുന്നവരെ മാത്രമാണ് അവിടെ ക്യാമ്പയിനായി രംഗത്തിറക്കിയത്. അവർക്ക് കൂടുതൽ പ്രാധാന്യം അവിടെ നൽകി എന്ന തരത്തിൽ വലിയ ഒരു വിമർശനം കോൺഗ്രസിനുള്ളിൽ ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അത് ആ രീതിയിൽ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവർക്കും തുല്യ പരിഗണന നൽകണം എന്നുള്ളൊരാവശ്യമാണ് ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നത്. അതിൽ ചിലരുടെ ഭാഗത്ത് നിന്നുള്ള പരസ്യ പ്രതികരണങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു അമർഷം ഉള്ള കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള അമർഷം പുകയുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്താനുള്ളൊരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഏതായാലും ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പുനഃസംഘടന അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഒരു സമവായത്തിൽ എത്തി കോൺഗ്രസിൽ പുനഃസംഘടന നടത്തുക എന്നുള്ളത് വലിയ പ്രയാസമേറിയ ഒരു പണി തന്നെയാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം ഇതിൽ രണ്ടു പക്ഷവും ആ രീതിയിൽ രണ്ട് പക്ഷത്തുള്ളവരെയും വെട്ടാൻ കണക്കാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഇതായാലും ഇപ്പോൾ കോൺഗ്രസിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാവ്യ. ശരി ഷീജ, എന്തായാലും കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ VD സതീശനോട് ചോദിച്ച പ്രതികരണത്തിലും അതൊക്കെയും KPCC അധ്യക്ഷനോട് ചോദിക്കുമെന്ന് VD സതീശൻ പറയുന്നു. രമേശ് ചെന്നിത്തല ചാണ്ടി ഉമ്മന് പിന്തുണ പ്രഖ്യാപിച്ച് തന്നെ രംഗത്തെത്തിയപ്പോൾ നേതൃത്വം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കൂട്ടായി യോജിപ്പിച്ചുകൊണ്ട് തന്നെ ഈ പ്രവർത്തകരെയും നേതാക്കളെയും ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അഭിപ്രായം രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നു. യൂത്ത് കോൺഗ്രസ് തലത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിലെ യുവജന നേതൃത്വങ്ങളൊക്കെയും വലിയ തോതിൽ വിമർശനം, പൊട്ടിത്തെറികളൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ ചാണ്ടി ഉമ്മന് പിന്നാലെ ഒന്നിന് പിന്നാലെ ഓരോരുത്തരായി ഇപ്പോൾ തുറന്നു പറയുന്ന ഒരു ഘട്ടമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് ആൻഡ് വ്യൂസിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഷഹീർ ഖാൻ അടക്കമുള്ളവരൊക്കെയും അങ്ങനെയുള്ള ചില
ഷിറാസ് ഖാൻ അദ്ദേഹം ഒക്കെയും അങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് KPCC നേതൃത്വം വലിയ തോതിൽ ആജ്ഞാനുവർത്തികളെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ സംഘടനയിലുണ്ട്. മുഖ്യമന്ത്രി കസേര മോഹിച്ചുകൊണ്ടൊക്കെയും പ്രവർത്തനത്തിൽ വരുന്നവരുണ്ട്. ഇവരെയൊക്കെയും തരംതിരിച്ച് പല തട്ടിലായി കാണുന്ന ഒരു സമീപനം അത് നേതൃത്വത്തിനുള്ളത് വലിയ തോതിൽ തിരിച്ചടിയാകും മുന്നോട്ടുള്ള ഘട്ടങ്ങളിൽ എന്ന വിലയിരുത്തൽ യുവ നേതൃത്വം യുവനിരയൊക്കെയും ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പങ്കുവെക്കുന്നുണ്ട്. നോക്കാം എന്തായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വരാൻ പോകുന്ന രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ എന്നുള്ളതാണ്.